CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള മിഷൻ സംരംഭക കൺവെൻഷന് തുടക്കം. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പു നൽകി. കേരള മിഷൻ OTT പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും നടന്നു. ബൈക്കിലെത്തി വയോധികയുടെ 3 പവൻ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. മണ്ണൂർ മലമ്പള്ള പ്രവീണാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 9-നാണ് കേസിനാസ്പദമായ സംഭവം. UDF ചെർപ്പുളശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി. നഗരസഭയുടെ വിവിധ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ചായിരുന്നു സമരം. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇന്നു മുതൽ 10 ദിവസം മലയാളിയുടെ മുറ്റത്ത് പൂക്കളങ്ങൾ നിറയും. തിരുവോണ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക. ബൈക്കിലെത്തി വയോധികയുടെ 3 പവൻ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. മണ്ണൂർ മലമ്പള്ള പ്രവീണാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 9-നാണ് കേസിനാസ്പദമായ സംഭവം. തടുക്കശ്ശേരി വഴി നടന്നു പോകുകയായിരുന്ന മണ്ണൂർ കുണ്ടുകാവിൽ ഭാമലോചനയോട് ബൈക്കിൽ വന്ന യുവാവ് കുണ്ടുവംപാടത്തേക്കുള്ള വഴി ചോദിക്കുകയും ഞൊടിയിടയിൽ ഇവരുടെ മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. പോലീസിന്റെ തുടർച്ചയായ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചു. മോഷ്ടിച്ച സ്വർണം പ്രതി വിറ്റതായി സൂചന ലഭിച്ചതോടെ ഇത് കണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങി. തുടർന്നാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CCN കടമ്പഴിപ്പുറം. മതേതരത്വത്തിൽ ശക്തമായ നിലപാട് ഉറച്ച വ്യക്തിയാണ് പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനതിന് വ്യത്യാസം ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം മുടങ്ങില്ല. ഇതിന്റെ പിന്നിൽ ചില ശക്തികൾ, ആ ശക്തികൾ എന്ന് പറയുന്ന ശക്തികളുടെ പേരാണ് ഇടതുപക്ഷ MLA ഇപ്പോൾ പറഞ്ഞത്. അത് അജിത് കുമാറാണ്. അജിത് കുമാറാണ് പൂരം മുടക്കിയതെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാന്ന് ചോദിക്കേണ്ട പിണറായി വിജയനാണ്. പണ്ടൊരു ചൊല്ലുണ്ട്, ചത്തത് കീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അജിത് കുമാറാണ് പൂരം മുടക്കിയതെങ്കിൽ, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം മുടക്കിയത് അദ്ദേഹമാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പിണറായി തന്നെയാണ്. അദ്ദേഹം ഒരു ഒരു വലിയൊരു പ്രാസംഗികനൊന്നായിരുന്നില്ല. പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കാറ്. പക്ഷേ ആ പറയുന്ന ഓരോ വാചകങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ടായിരുന്നു. അങ്ങനെ നേതാവ് ഇന്ന് നമ്മളോടൊപ്പം ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ദുഃഖം ചിലറിയുന്നില്ല. BJP സർക്കാരിന് തൃശൂരിൽ നിന്ന് പ്രതിനിധിയെ അയക്കാൻ തൃശൂർ പൂരം വരെ അലങ്കോലമാക്കാൻ സർക്കാരിനെ സഹായിച്ച ADGP MR അജിത് കുമാർ ഇപ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നു. DGPയെ റബ്ബർ സ്റ്റാമ്പ് ആക്കിയുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ പിണറായി സർക്കാർ നടത്തുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. തുടർന്ന് വയനാട്ടിൽ ദുരന്ത നിവാരണത്തിൽ പങ്കെടുത്ത വൈറ്റ് ഗാർഡ് ടീമിനു വേണ്ടി ക്യാപ്റ്റൻ സക്കീർ മുല്ലക്കലിന് അനുമോദനം നൽകി. ചടങ്ങിൽ മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ അധ്യക്ഷനായി. നേതാക്കളായ കളത്തിൽ അബ്ദുള്ള, TS സലാം, ഹുസൈൻ കോളശ്ശേരി, ഹുസൈൻ കളത്തിൽ, റഫീഖ പാറക്കോട്ട്, അസീസ് ഭീമനാട്, V പ്രീത, KP അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് കൈമാറണമെന്ന് റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘത്തലവനായ മലപ്പുറം SP S ശശിധരൻ. CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് SP റിപ്പോർട്ട് നൽകിയത്. എങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തുടർന്ന ഒരു അഭികാമ്യമില്ലാതെ തോന്നിയിട്ട് ഞാൻ റിപ്പോർട്ട് കൊടുത്തു. അതെ, CBI അന്വേഷിക്കും അല്ലേ? അറിയാം, തീരുമാനമാണല്ലോ. അതേപോലെ ഇപ്പോൾ MLA ഒക്കെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ടുള്ള പല വിമർശനങ്ങളും വരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിലൊരു പ്രതികരണം? നോ കമന്റ്സ്. CCN മലപ്പുറം. UDF ചെർപ്പുളശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി. നഗരസഭയുടെ വിവിധ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ചായിരുന്നു സമരം. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു.
അശാസ്ത്രീയമായ ടൗൺ നവീകരണം, കോഴിമാലിന്യ പ്ലാന്റിനെതിരെ CPM നടത്തുന്ന സമരം, MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കെട്ടിടത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിനുള്ള നഗരസഭയുടെ വീഴ്ച, നഗരസഭാ ഭരണസമിതിയുടെ വികസന മുരടിപ്പും അഴിമതി ഭരണവും തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് UDF ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് സമരം ഉദ്ഘാടനം ചെയ്തു. അപ്പോ അതീവ രഹസ്യമായി CPIM-ന്റെ ഗൂഢാലോചനയുടെ നമ്മുടെ നഗരസഭയുടെ ചെയർമാന്റെ ക്യാബിൻ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ് കോഴിമാലിന്യ കേന്ദ്രം. അല്ല എന്ന് നിഷേധിക്കാൻ കഴിയും. തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രം അവിടെ വന്നു. ഇപ്പോ അതിനെതിരെ സമരം. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്തോളം ഇവര് ഇത് വരാൻ വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. ഇവർക്ക് ഇതിനൊക്കെ മാസപ്പടിയുടെ കാലാണല്ലോ ചന്ദ്ര. ഈ മാസപ്പടി പിരിച്ചതില് ഉള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പൊ ഈ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ ഇപ്പൊ ഉണ്ടായിരുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ എനിക്കറിയില്ല. ഇപ്പോ ജില്ലാ കമ്മിറ്റി അംഗ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പിന്നെ ഒരു യുദ്ധം ഉണ്ടല്ലോ ഇവിടെ, എന്താ പറയാ, ഇപ്പൊ സമരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന സഭ ഉദ്ഘാടകനൊക്കെ മൂപ്പരാണ്. പണ്ടേ വിവരമില്ല, ഇപ്പൊ തീരെയില്ല. അങ്ങനത്തെ ഒരു ഇവരൊക്കെ കൂടെയാണ് ഇതിന്റെ ഈ കമ്മീഷൻ ഒരുക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയ തെറ്റുകൊണ്ടാണ് ഇപ്പോ ഈ സമരവുമായിട്ട് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കൊണ്ട് നടന്നതും നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് ചൊല്ലിയതുപോലെ ഇതിനെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം ചെമ്പരത്തിമേട് സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്തു കൊടുത്ത CPM-കാരൻ ഇപ്പോ ഇവിടെയുള്ള ആളുകളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സമരം നടത്തുക. UDF മണ്ഡലം മുനിസിപ്പൽ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. CPM അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിന്റെ ഭരണവൈകല്യത്തിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ CPM മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇന്നൊരു നാഥനില്ല കളരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി കേരള സർക്കാർ വളരെ വലിയൊരു കർമ്മ പരിപാടി പ്രഖ്യാപിച്ച് കേരളത്തിൽ ആകമാനം ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ തന്നെ മലപ്പുറം ജില്ലയിൽ 1ാം സ്ഥാനത്ത് ഈ മാലിന്യ നിർമ്മാർജ്ജനം വന്നപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി തികഞ്ഞ പരാജയമാണെന്ന് മാത്രമല്ല, അവർ ഈ കാര്യം അത് അവരുടെ അജണ്ടയേ അല്ല. അതിൻ്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്തിൽ എവിടെ പോയി നോക്കിയാലും മാലിന്യ കൂമ്പാരങ്ങൾ കാണാൻ പറ്റും. ഇത് തന്നെയാണ് ഈ സമരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം. ജനങ്ങളെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് വർഷകാലത്ത് വളരെ രോഗാതുരമായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന ഇതാണ് സംഭവിക്കുക. അതോടൊപ്പം തന്നെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല, റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല, പഞ്ചായത്ത് പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇവിടെ ജനപ്രതിനിധികൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഈ അനാസ്ഥയ്ക്കെതിരെ ജനങ്ങളുടെ വമ്പിച്ച പ്രതിഷേധമുണ്ട്. അത് രേഖപ്പെടുത്തുന്നതിനാണ് CPIM നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യുക, തെരുവ് വിളക്കുകൾ റിപ്പയർ ചെയ്യുക, മാലിന്യ സംസ്കരണം ശാസ്ത്രീയമാക്കുക, ഗ്രാമീണ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ. CPIM മങ്കട ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് TK റഷീദ് അലി അധ്യക്ഷനായി. A ഹരി, P അബ്ദുസമദ്, ബഷീർ ആറങ്ങോടൻ, C സജി, K ദിലീപ് എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. കേരള വിഷൻ സംരംഭക കൺവെൻഷന് തുടക്കം. തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പു നൽകി. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും നടന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്ന് അദ്ദേഹത്തിനോടും ഒപ്പം മറ്റ് വിശിഷ്ടാതികളോടും അഭ്യർത്ഥിക്കുകയാണ്. Kerala Vision has been spreading light in the form of entertainment and information to many houses. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഫോർഡബിൾ ആയ നിരക്കിൽ എൻ്റർടൈൻമെൻറ്റും ഇൻഫർമേഷനും പല വീടുകളിലേക്കും ലക്ഷക്കണക്കിനുള്ള വീടുകളിലേക്ക് TV സർവീസസിലൂടെയും അതോടൊപ്പം ഇൻ്റർനെറ്റ് സർവീസസിലൂടെയും ലഭിക്കുവാനായി കേരള വിഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു.
ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചുരുങ്ങിയ കാലഘട്ടത്തിൽ അഭിമാനകരമായ നേട്ടമാണ് കേരള വിഷൻ നേടിയത്. വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ അത് പലതരത്തിലുണ്ട്. അത് കോർപ്പറേഷൻ ഒന്ന്, ലോക്കൽ ബോഡീസിന്റെ തീരുമാനം കൂടി അതിനകത്ത് വരും. വില്ലേജസിൽ ഒന്ന്, ടൗൺ ഏരിയയിൽ ഒന്ന്. പക്ഷെ ഒരു ആവറേജ് എടുത്താൽ ഒരു 300-350 രൂപയാണ്. റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ISPക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് 100 രൂപയായി കുറയും. സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ISPക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ്, അവരെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. 35 വർഷത്തെ പോരാട്ടത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വിജയത്തേരിലൂടെയാണ് കേരള വിഷൻ മുന്നോട്ടു പോകുന്നതെന്ന് ചടങ്ങിൽ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. ആ നേട്ടത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികൾ എടുത്താൽ ആ 10 കമ്പനികളിൽ 2 കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന 2 കമ്പനികളാണ് ഇന്ത്യയിലെ 10 കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങൾ അവിടെ പൂവണിയുകയാണ്. ചെറിയ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലിയ പ്രസ്ഥാനമായി മാറിയതാണ് കേരള വിഷൻ എന്നും പ്രയാസങ്ങളെ തരണം ചെയ്യാൻ സംഘടനയ്ക്ക് കഴിഞ്ഞെന്നും കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേരള വിഷൻ പിന്നിട്ടിട്ടുള്ള വലിയ ദുഷ്കരമായ വളരെ പ്രധാനപ്പെട്ട വലിയ പ്രതിസന്ധികളെല്ലാം വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി വളരെ കൃത്യമായ പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് കീ ലോഞ്ചിംഗ് MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. കീ OTT പ്ലാറ്റ്ഫോം ഇസാഫ് ഗ്രൂപ്പ് MD പോൾ തോമസ് സംരംഭകത്വത്തിലെ വെല്ലുവിളികളും അവസരങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. കേരള വിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ K. ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് മനോരമ ടെലിവിഷൻ മുൻ ഡിസ്ട്രിബ്യൂഷൻ ചെയർമാൻ മനോജ് ചെറിയാനെയും സെയിൽസ് ആൻഡ് ബിസിനസ് രംഗത്ത് 25 വർഷം പിന്നിട്ട VS റോഷനെയും ആദരിച്ചു. TCCL ചെയർമാൻ ഷഖിലൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദീഖ്, ഇൻഫോമീഡിയ MD KV രാജൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി എന്നിവർ സംസാരിച്ചു. COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCN. പീപ്പിൾസ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സഹകരണത്തോടെ ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്ന് മാണ്ടക്കരയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ജമാഅത്തെ ഇസ്ലാമി കേരളയുടെ സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി താക്കോൽ ദാനം നിർവഹിച്ചു. എന്തായാലും അൽഹംദുലില്ലാ ആ 4 സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2 കുട്ടികളാണ്, പഠിക്കുന്ന 2 കുട്ടികളാണ്, ഉമ്മയാണ്, അവരുടെ ഉമ്മയാണ്. അപ്പൊ അവർക്ക് ഇന്ന് മുതൽ ഒരു മസ്കൻ കിട്ടുകയാണ്. ഇവിടെ ഒരു മസ്കൻ, സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാനുള്ള ഒരു വീട് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. വീട് മസ്കനാവണമെങ്കിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല, അതിനുള്ള അവസരമല്ല. നമ്മളിങ്ങനെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടുക എന്നതിൽ കവിഞ്ഞ് ഇതിൽ വേറെ പ്രസക്തിയൊന്നുമില്ല. ഒരു വീട് സന്തോഷകരമാകണമെങ്കിൽ ആ വീട്ടില് ഉണ്ടാവേണ്ട ചില കാര്യങ്ങൾ കൂടി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആനും ആ വീടും തമ്മിലൊരു ബന്ധം എപ്പോഴും ഉണ്ടാവുക എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന വീട്, ആ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവും. അള്ളാഹുവിന്റെ കാരുണ്യം നിരന്തരമായി ആ വീട്ടിൽ വർഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഖുർആനുമായി
ഈ വീട്ടിലുള്ള ആളുകൾ, ഏത് വീട്ടിലുള്ള ആളുകളുടെയും ബന്ധം ഖുർആനായിരിക്കും. തീർച്ചയായും ഒരു പുതിയ ഒരു വീട് മസ്കനായി ഉണ്ടാകുമ്പോൾ അതിൽ സ്വാഭാവികമായും അതിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത്. നഗരസഭാ കൗൺസിലർ പി അബ്ദുൽ ഗഫൂർ താക്കോൽ ഏറ്റുവാങ്ങി. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. കച്ചേരിക്കുന്ന് മഹല്ല് സെക്രട്ടറി ഹംസ പറക്കാടൻ, ഏരിയ പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ഖനി, പീപ്പിൾസ് ഫൗണ്ടേഷൻ കൺവീനർ അബ്ദുൽ റഷീദ്, അഷറഫ് മാട്ടര, ജമാഅത്തെ ഇസ്ലാമി വനിതാ ഏരിയ പ്രസിഡന്റ് സൈഫുനിസ എന്നിവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി. മുണ്ടൂർ തൂത 4-വരി പാത നവീകരണത്തിന്റെ ഭാഗമായി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഡിവൈഡർ ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തെരുവ് വിളക്കുകൾ കത്തിക്കുക എന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലയാണ്. ആ ചുമതല കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. മുണ്ടൂർ മുതൽ തൂത വരെ 4 അസംബ്ലി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കടമ്പഴിപ്പുറം ജംഗ്ഷൻ. കടമ്പഴിപ്പുറവും പരിസരത്തുമുള്ള പ്രദേശങ്ങളിലെ നിലവിൽ ഇലക്ട്രിസിറ്റിയിൽ KSTP ചെയ്യുന്ന വർക്കിന്റെ ഭാഗമായി സ്ട്രീറ്റ് മെയിൻ അടച്ചിട്ടുള്ള ഭാഗത്ത് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ, ആസൂത്രണ സമിതി അംഗം കെ രാമചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി, KSEB എഞ്ചിനീയർ പൂർണിമ, സബ് എഞ്ചിനീയർ മുരളി എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കടമ്പഴിപ്പുറം വായില്യാങ്കുന്ന് മേലെ തൃക്കോവിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം തുടങ്ങി. ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടക്കുന്നത്. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് അഷ്ടപതിയും പൂമൂടലും പഞ്ചവാദ്യവും നടക്കും. തുടർന്ന് ഭക്തിപ്രഭാഷണവും ഉണ്ടാകും. വൈകുന്നേരം 7:30 മുതൽ ഡബിൾ തായമ്പകയും നടക്കും. വിശേഷാൽ പൂജകൾക്ക് തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാംസ്കാരിക സമ്മേളനത്തോടു കൂടി ആരംഭിക്കുന്ന പരിപാടികൾ, തുടർന്ന് ഭക്തിപ്രഭാഷണവും, അതിനുശേഷം തട്ടക നിവാസികളായ കുട്ടികളുടെ കലാപരിപാടികളോടുകൂടിയാണ് ഇന്നത്തെ പരിപാടികൾ നടത്തുന്നത്. നാളെ കാലത്ത് രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടു കൂടിയാണ് നാളത്തെ കാലത്തെ പരിപാടികൾ ആരംഭിക്കുന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം കേരളത്തിലെ വാദ്യകുലപതികൾ അണിയിച്ചൊരുക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും തുടർന്ന് നാരായണീയ പാരായണവും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചയ്ക്ക് അന്നദാനവും, വൈകുന്നേരം വ്യാസൻ മണ്ണാർക്കാട് അവതരിപ്പിക്കുന്ന ഭക്തിപ്രഭാഷണവും, തുടർന്ന് ഗണപതി ഭഗവാന്റെ ഇഷ്ട വഴിപാടായ അപ്പം മൂടലും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും മേലെ തൃക്കോൾ ക്ഷേത്രാങ്കണത്തിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. CCN കടമ്പഴിപ്പുറം. തൂത എടായ്ക്കൽ ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം നടന്നു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കാലവും വളരെ സജീവമായിട്ട് നിങ്ങളുടെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ കാതറാജിയുടെ നേതൃത്വത്തിൽ അതിന് ഇവിടെ സഫലം കുറിക്കുകയാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിക്കൊണ്ട് മറ്റു പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊക്കെ ഇങ്ങോട്ട് മത്സരിക്കാൻ വരുന്ന വിധത്തിൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ അക്കാഡമിക്സിനുമൊക്കെ അടക്കം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് തൂത എടായ്ക്കലിലെ ALP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ചടങ്ങിന് HM സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ സരോജാദേവി അധ്യക്ഷയായി. പെരിന്തൽമണ്ണ AEO KT കുഞ്ഞിമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് മുൻകാല അധ്യാപകരായ അബ്ദു, മോഹനൻ, മൂസ, ജയപ്രകാശൻ എന്നിവരെ ആദരിച്ചു. Thank you, sir.
അടുത്തതായി ചടങ്ങിൽ അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇന്നു മുതൽ 10 ദിവസം മലയാളിയുടെ മുറ്റത്ത് പൂക്കളങ്ങൾ നിറയും. തിരുവോണ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക. കർക്കിടകത്തിന്റെ കറുത്ത കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ അത്തം ഇങ്ങെത്തുന്നത്. അത്തത്തിൽ തുടങ്ങി തിരുവോണം വരെയുള്ള ആ 10 നാളുകൾ കേരളീയർ ഓണമായി ആഘോഷിക്കുന്നു. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളം ഒരുക്കുന്നു. കാട്ടിലും മേട്ടിലും നടന്നു ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തുന്ന പൂക്കൾ കൊണ്ട് നാം പൂക്കളം തീർക്കുവാൻ തുടങ്ങി. മഹാബലി ചക്രവർത്തി നാടു കാണാൻ എത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കും അത്തം ദിവസം അടയാളപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് CCN. ചെറുപ്പുളശ്ശേരി ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് റവല്യൂഷനൈസിംഗ് എഡ്യൂക്കേഷൻ ഹാർനസിംഗ് AI എന്ന ശീർഷകത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. സൈനുൽ ആബിദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ബ്ലോക്കിലെ കൊർഡോബ ഹാളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രൊഫഷണലുകളും പങ്കെടുത്തു. ആധുനിക വിദ്യാഭ്യാസത്തിൽ കൃത്രിമ ബുദ്ധി ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു പരിപാടി. ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് എനർജിയാണ്. ഇപ്പോൾ ഓയിലിന്റെ പ്രൈസ് കൂടിയ ബൈക്കിൽ പെട്രോൾ അടിക്കാനുള്ള പ്രൈസ് കൂടും. ലോകത്തിന് ഉപ്പ് മുതൽ കർപ്പൂരം വരെ കൂടും. ലോകത്തെ ഏത് യുദ്ധങ്ങളുണ്ടെങ്കിലും അതിന്റെ ബാക്കിലൊക്കെ ഒരു കള്ളക്കണ്ണ് ഓയിലുണ്ടാവും. നമുക്കറിയാം റോക്കറപ്പെല്ലർ മുതൽ ഏറ്റവും വലിയ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം പൈസ ഉണ്ടാക്കുന്നതിലാണ് ഓയിലാണ്. ആ ഓയില് ഓൾട്ടർനേറ്റീവ് എനർജി നമുക്ക് ഫ്രീ ആകാൻ പോവുകയാണ് ഈ 20 വർഷത്തിൽ. മദ്രാസ് റിസർച്ച് പാർക്കിലെ GRPS IITയുടെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷാഹിദ് ചോലയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങ് ഐഡിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. സൈനുൽ ആബിദീൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈസ് അധ്യക്ഷനായി. ഐഡിയൽ മാനേജർ മജീദ് മണ്ണിശ്ശേരി, പെരിന്തൽമണ്ണ നിസ കോളേജ് പ്രിൻസിപ്പൽ അമാനത്ത് ഫൈസി തുടങ്ങിയവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷൻ സംരംഭക കൺവെൻഷന് തുടക്കം. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ വൈദ്യുതി പോസ്റ്റ് വാടകയുമായി ബന്ധപ്പെട്ട ന്യായമായ ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MP ഉറപ്പു നൽകി. കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമായ കീയുടെ ലോഞ്ചിങ്ങും നടന്നു. ബൈക്കിലെത്തി വയോധികയുടെ 3 പവൻ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. മണ്ണൂർ മലമ്പള്ള പ്രവീണാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ മാസം 9-നാണ് കേസിനാസ്പദമായ സംഭവം. UDF ചെറുപ്പുളശ്ശേരിയിൽ സായാഹ്ന ധർണ നടത്തി. നഗരസഭയുടെ വിവിധ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ചായിരുന്നു സമരം. ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ് ഉദ്ഘാടനം ചെയ്തു. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. ഇന്നു മുതൽ 10 ദിവസം മലയാളിയുടെ മുറ്റത്ത് പൂക്കളങ്ങൾ നിറയും. തിരുവോണ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇന്ന് തുടക്കമാവുക. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.